ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജീൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലെ 3ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 2 ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തി. ചാൾസ് ഡാർവിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. 4 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു: HMS ബീക്കിൾ, ഡാർവിൻ ഫിഞ്ചസ്, ഗാലപ്പഗോസ് ഐലൻഡ്സ് ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് നോക്കാം. ദർ ആർ അബൌട്ട് 14 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് finches in the Galapagos archipelago. Ground, cactus and tree finches are some among them. Of these, ground finches are seed eaters and ground dwellers, whereas cactus finches inhabits on cactus and eat seeds. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സീഡ് ഈറ്റേഴ്സ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്വല്ലേഴ്സ് ഉണ്ട്, പിന്നെ കാക്ടസ് കഴിക്കുന്ന ഫിഞ്ചസ് ഉണ്ട്, അങ്ങനെ പിന്നെ സീഡ്സ് കഴിക്കുന്ന ഫിഞ്ചസ് ഉണ്ട്. ട്രീ ഫിഞ്ചസ് വിച്ച് ഷെൽട്ടർ ഇൻ ട്രീസ് ആർ ഇൻസെക്റ്റിവോസ്. ട്രീ ഫിഞ്ചസ് എന്താണ്? ഒരു ഡിഫറെൻറ്റ് ഫിഞ്ചസിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. ട്രീ ഫിഞ്ചസ് ഇൻസെക്റ്റിവോറസ് ആണ്. അവർ ഇൻസെക്റ്റിനെ കഴിക്കുക. നേരത്തെ കാണിച്ച കൊതുകിനെ പോലത്തെ ഇൻസെക്റ്റിനാണ് കഴിക്കുക. ദ മേജർ ഡിഫറൻസ് ദീസ് സ്പീഷീസ് എക്സിബിറ്റ്സ് ഇസ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ബീക്സ്. ബീക്കിൻ്റെ സൈസും ഷേപ്പിലും വരുന്ന വ്യത്യാസമാണ് ഇവരൊക്കെ വേർതിരിക്കുന്നത്. The beaks of medium-sized seed-eating finches are different from those of large seed-eating and insect-eating eating ones. The beaks are their main means to obtain food. Birds with beaks of suitable shapes or size, depending on the availability of food resources in the environment, will survive and produce more offsprings. അതായത് നമ്മൾ ഫുഡിനനുസരിച്ചിട്ട് ബീക്കിൻ്റെ ഷേപ്പും സൈസൊക്കെ മാറിയവർ എന്ത് ചെയ്യും? അവിടെ നിലനിന്ന് പോവും. ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ്. അങ്ങനെ അവർക്ക് എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിറ്റി ഓഫ് ഫിഞ്ചസ് ബീക്സ് പഠിച്ചു. കോസ് ഓഫ് ഡൈവേഴ്സിറ്റി പഠിച്ചു. എന്താണ്? അവൈലബിലിറ്റി ഓഫ് ഫുഡാണ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ദ വേ ഇൻ വിച്ച് ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസസ് സർവൈവൽ എന്നുള്ളത് പറഞ്ഞു. ഓഫ് സ്പ്രിങ്സ് പ്രൊഡക്ഷന് ആണ് അതിൻ്റെ മെയിൻ റീസൺ. Haven't you understood that organisms with a certain characteristic favorable to the environment tend to survive, reproduce and produce more offsprings? Draw your conclusion by analyzing Darwin's explanation on how these finches later got evolved into new species. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓവർ പ്രൊഡക്ഷൻ. ഓർഗാനിസം പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിങ്സ് ദാൻ എൻവയോൺമെൻറ്റ് കൺ സപ്പോർട്ട്. അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ആവുക. അപ്പോൾ അവിടെ ഫുഡ് ഇല്ലാണ്ട് വരുമ്പോൾ എന്തു ചെയ്യും? ഒരു തരത്തിലുള്ള സർവൈവൽ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കും. പിന്നെ വരുന്നത് എന്താണ്? വേരിയേഷൻ. ഓർഗാനിസംസ് ഷോ ഡിഫറൻസ് ഫ്രം ഈച്ച് അതർ ഇൻ മോസ്റ്റ് ഫീച്ചേഴ്സ് സച്ച് ആസ് സൈസ്, ഇമ്മ്യൂണിറ്റി, സീഡ് പ്രൊഡക്ഷൻ. ദിസ് വേരിയേഷൻ ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാംഫുൾ ടു ദ ഓർഗാനിസം. അതായത് പറയുന്നത്, ഇപ്പോൾ നമ്മളെ കാര്യം തന്നെ എടുക്കാം. മനുഷ്യരിൽ എനിക്കും നിങ്ങളിലൊരാൾക്കുമുള്ള ഇമ്മ്യൂണിറ്റി ഒരുപോലെ ആയിരിക്കില്ല. നമ്മളുടെ വലിപ്പം ഒരുപോലെ ആയിരിക്കില്ല. നമ്മളുടെ ഷേപ്പ് ഒരുപോലെ ആയിരിക്കില്ല. നമ്മളുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ അതിനോടുള്ള ഇഷ്ടം ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? നമ്മുടെ എൻവയോൺമെൻറ്റ് അതിനൊരു മാറ്റർ. ചില രാജ്യങ്ങളിലെ ആളുകൾക്ക് ഒരു നിറമായിരിക്കും, ചില രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ഷേപ്പ്, അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഒരുപോലെ ആയിരിക്കും. ഈവൻ കണ്ണിന് വരെ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ കൈകളുടെ ഷേപ്പിൽ വ്യത്യാസം വരും. പക്ഷേ ഇവർക്കൊക്കെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? എൻവയോൺമെൻറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എല്ലാം മാറ്ററാണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് മെയ്റ്റ്സ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ദ ഓർഗാനിസം. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ആ സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പേരിലൊരു കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ആരാണോ അവിടെ ഏറ്റവും കൂടുതൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. എന്താണ് നമുക്ക് കുറവ്? ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സമയത്ത് എന്തായി? സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കഴിയാൻ പോവുകയാണ്, നമുക്ക് എത്താനുള്ള സാധ്യത കുറവാണെന്ന് തോന്നിയപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ തള്ളിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്? റിസോഴ്സ് എന്താവും? ലിമിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ നടക്കും. എന്തിനാണ്? വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള കോമ്പറ്റീഷൻ എന്ന്. ഇവിടെ അതല്ല, അവർക്ക് കഴിക്കാനുള്ള അല്ലെങ്കിൽ മെയ്റ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ, ഇണകൾക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷനൊക്കെ നടക്കും. ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്.
അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് വണ്ടി എടുത്ത് പോയി അത്രയും കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നവരും പൈസ ഉള്ളവരും എന്ത് ചെയ്തു, സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും സർവൈവ് ചെയ്തു അല്ലേ. പക്ഷേ എന്ത് ചെയ്തു, അവർക്ക് സാധനം കിട്ടി, അതാണ് വ്യത്യാസം. അപ്പോൾ അവരാണ് അവിടെ എന്ത് ചെയ്തു, ഫേവറബിൾ വേരിയേഷൻ ഉണ്ടായിരുന്ന ആളുകൾ ആ കേസിൽ കേട്ടോ. ഇവിടെ എന്താണ്, ഫുഡിൻ്റെ കേസിൽ എന്തായിരിക്കും, കുറച്ച് സൈസുള്ള മൃഗങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാട്ടിൽ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്. മത്സരമല്ല, കോമ്പറ്റീഷൻ ആണ് അത്, ഒരു മത്സര പരിപാടിയല്ല കേട്ടോ. ഒരു മാൻകുഞ്ഞ് ഏകദേശം 3-4 ആളുകൾ ചേർന്ന് പിടിക്കുകയാണ്. ഒരു സിംഹമുണ്ട്, വേറെ ഒരു ചെന്നായ ഉണ്ട്, ഒരു കരടിയുണ്ട്. ഇവർ 3 പേരും ചേർന്നാണ് അതിനെ വേട്ടയാടാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന കാര്യമാണ്, സിംഹത്തിനാണ് അത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഷെൽട്ടർ, മെയ്റ്റ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്താവും, മത്സരങ്ങൾ നടന്നപ്പോൾ ഫേവറബിൾ വേരിയേഷനായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, സർവൈവ് ചെയ്തു. അവരെന്ത് ചെയ്തു, എക്സിസ്റ്റൻസിൽ സ്ട്രഗിൾ ചെയ്തിട്ട് അവർ ജയിച്ചു. ദേ റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അവർക്ക് എന്തായി, കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അവരുടെ തലമുറ എന്ത് ചെയ്തു, കൂടുതലായിട്ട് നിലനിന്നു. ഇനിയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഭാഗം പഠിക്കാൻ പോകുന്നത്. ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. More variations accumulate over time, leading to the creation of organisms that are unable to reproduce within the species. They evolve as new species. അതായത് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഉള്ളവർ അത് ആ സ്വഭാവം, ആ ഗുണം എന്ത് ചെയ്തു, അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്കും കൈമാറിക്കൊടുത്തു. അങ്ങനെ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഒരു പുതിയ ഓർഗാനിസം ഉണ്ടായി വരുന്ന പോലെയാണ് അല്ലേ. അതായത് മാറ്റങ്ങളോടുകൂടി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് നമുക്ക് അറിയുന്ന വാക്കാണ് അപ്ഡേഷൻ. നമ്മളെ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും, അതായത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരും എന്ത് ചെയ്തു, ചുറ്റുപാടിനനുസരിച്ച്, എൻവയോൺമെൻറ്റിനനുസരിച്ച് ഇവരും മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവരത് തലമുറകളായിട്ട് മാറിക്കൊണ്ടേയിരുന്നു. ഇനി എന്ത് ചെയ്തു, നമുക്ക് ഒരു മാറ്റവും വരുത്താൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തു, കാലഹരണപ്പെട്ടു പോയി. അവർ പുതിയ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്ത് വരാനും തുടങ്ങി. അതാണ് നാച്ചുറൽ സെലക്ഷൻ. എന്തൊക്കെയാണ് പഠിച്ചത്, ഓവർ പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ കൂടി, നമുക്ക് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കൊക്കെ വേരിയേഷൻസ് സംഭവിച്ചു തുടങ്ങി. അതുവഴി അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, കോമ്പറ്റീഷൻ നടന്നു. അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ സർവൈവ് ചെയ്തു. ആ സർവൈവ് ചെയ്ത ആളുകൾ അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തു. ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്തു, വേറെ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്തു വന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് ഫൈൻഡ് എന്നുള്ള പാട്ടാണ്. A plant produces hundreds of seeds. However, only a few among them attain complete maturity. എന്താണ് കാരണം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. കുറേ സീഡ്സ് ഉണ്ട്. എല്ലാ സീഡും മുളച്ച് ചെടിയാവുമോ? എല്ലാം മുളച്ച് ചെടിയാവില്ല. മേ ബി ഇതിലൊരു 2, 3, 5 എണ്ണം മേ ബി, അല്ലെങ്കിൽ 6 എണ്ണം ഒക്കെയാണ് എന്ത് ചെയ്യുക, ഇവിടുത്തെ ടെമ്പറേച്ചറിനെയും ഇവിടുത്തെ കിളികളെയും കീടനാശിനികളെയും എല്ലാം വെട്ടിച്ചിട്ട് നമ്മൾക്കത് ഒരു ചെടിയായി മാറുന്നത് എത്ര എണ്ണമായിരിക്കാം, ചിലപ്പോൾ 4, 5, 6 ആയിരിക്കാം. What would be the circumstances that might lead to a new plant species to evolve from this plant after millions of years? Prepare notes based on the theory of natural selection. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താവും, സർവൈവ് ചെയ്യാനുള്ള സ്വഭാവങ്ങൾ അവർ പുതിയതായിട്ട് ഇവോൾവ് ചെയ്തെടുക്കുന്നത് വഴി അവരെന്ത് ചെയ്യും, നാച്ചുറൽ സെലക്ഷനിൽ പാസ്സാവുകയും സർവൈവ് ചെയ്യുകയും ചെയ്യും. ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നുള്ള ഭാഗം നോക്കാം. സയൻറ്റിസ്റ്റേഴ്സ് റോസ്മെരി ആൻഡ് പീറ്റർ ഗ്രാൻഡ് കണ്ടക്റ്റഡ് മോർ സ്റ്റഡീസ് ഫ്രം 1973 to 2012 ബേസ്ഡ് അപ്പോൺ ഡാർവിൻസ് ഫിഞ്ചസ് അറ്റ് ഗാലപ്പഗോസ് ഐലൻഡ്. ആരൊക്കെയാണ്? റോസ്മെരി ആൻഡ് പീറ്റർ ഗ്രാൻഡ്. They observed structural changes in the sphinx's beak pertaining to its size, depth and shape as a result of ecological stress such as drought and changes in food availability. With the help of DNA sequencing technology, they identified BMP4 genes that influences the depth of beaks and its strength, as well as LX7 gene that influence the shape of the beaks. അതായത് എന്താണ്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുകയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പീറ്റർ ഗ്രാൻഡും റോസ്മേരി എന്നുള്ള 2 സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, അവരുടെ സ്റ്റഡീസ് നടത്തി. DNA സീക്വൻസിങ് വഴി അവരുടെ DNA നോക്കിയിട്ട്, ഈ ഫിഞ്ചസിൻ്റെ DNA നോക്കിയിട്ട് അതുവഴി
BMP4 എന്നുള്ളൊരു ജീനും ALX7 എന്നുള്ള ജീനും കണ്ടെത്തി. ഇതെന്തായിരുന്നു? BMP4 എന്തായിരുന്നു? ബീക്കിൻ്റെ സ്ട്രെങ്ത് ആൻഡ് ഡെപ്താണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ALX7 എന്തായിരുന്നു? ഷേപ്പ് ഓഫ് ദ ബീക്കാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓവർ ടൈം ദീസ് genetic variation have led to the development of birds with distinctive beaks at Galapagos Islands, which have diverse ecological niches. This research directed through the studies of genetics, anatomy and molecular biology provided direct evidence for the evolution. ഇത് എവല്യൂഷൻ്റെ ഒരു ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഷേപ്പുകൾ മാറിയത്? അത് വേണമെന്ന് വിചാരിച്ചു മാറിയതൊന്നും ആയിരുന്നില്ല. ഇക്കോളജിക്കൽ സ്ട്രെസ് ആയിരുന്നു കാരണം. വരൾച്ച വന്നതോ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുള്ള വ്യത്യാസമോ കോമ്പറ്റീഷനോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വ്യത്യാസം വന്നതെങ്കിൽ പോലും ഇത് കൈമാറാൻ പറ്റി. ആ കൈമാറ്റം എന്തായി? എവല്യൂഷൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ ഇന്നും കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്